നമസ്കാരം. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു തിരോധാന കേസിനെ കുറിച്ചാണ് ഇന്ന് ക്രൈം ഫൈൽസിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വർഷം 2018. സോഷ്യൽ മീഡിയയും ആധുനിക സൗകര്യങ്ങളുമൊക്കെ ഒരുപാട് വളർന്ന ഒരു കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ ജസ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണാതാവുന്നു. ഇപ്പോൾ വർഷം 2025 അവസാനിക്കാൻ പോകുന്നു. 2026 തുടക്കം. ഇത്രയും വർഷമായിട്ടും കാണാതായിട്ടും ഒരു വിവരവുമില്ലാത്ത ജസ്ന എന്ന പെൺകുട്ടിയുടെ തിരോധാനത്തെക്കുറിച്ച് നമ്മൾക്കൊന്ന് പരിശോധിക്കാം. കാഞ്ഞിരപ്പള്ളി SD കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാനം കേരളത്തെ ഏറെ പിടിച്ചുലച്ച ഒന്നാണ്. 2018 മാർച്ച് 22-നാണ് ജസ്നയെ കാണാതാകുന്നത്. പത്തനംതിട്ട ജില്ലയിലെ വെച്ചുച്ചിറയിലെ സ്വന്തം വീട്ടിൽ നിന്ന് മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്ക് എന്ന് പറഞ്ഞ് ജസ്ന പോകുന്നു. എന്നാൽ ജസ്ന ബന്ധുവീട്ടിൽ എത്തിയില്ല. തുടർന്നുള്ള അന്വേഷണത്തിൽ മുണ്ടക്കയം പുഞ്ചവയലിലെ ഒരു CCTV ദൃശ്യത്തിലാണ് ജസ്നയെ അവസാനമായി കാണുന്നത്. അതിനുശേഷം ജസ്നയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ജസ്ന മിസ്സായിട്ട് ഏകദേശം 7 വർഷം തികയുന്നു. തുടക്കത്തിൽ ലോക്കൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായില്ല. ആകെ കണ്ടെത്താൻ സാധിച്ചത് ഒരു CCTV വിഷ്വൽസ് മാത്രം. സംഭവം പ്രശ്നമായതോടെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നു. ഈ അന്വേഷണത്തിലും കാര്യമായ പുരോഗതി ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കിയ രക്ഷിതാക്കൾ കോടതിയെ സമീപിക്കുന്നു. തുടർന്ന് ഹൈക്കോടതി 2021 CBIക്ക് അന്വേഷണം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്നാൽ ഒരു നീണ്ട അന്വേഷണത്തിനൊടുവിൽ ജസ്നയെ കണ്ടെത്താനായില്ലെന്നും മരണപ്പെട്ടതോ അതോ ഒളിവിൽ കഴിയുകയാണോ എന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചില്ലെന്നും കാണിച്ച് CBI കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. എന്നാൽ CBIയുടെ കണ്ടെത്തലുകൾ ജസ്നയുടെ പിതാവ് ജെയിംസ് തൃപ്തനായിരുന്നില്ല. അദ്ദേഹം അന്വേഷണത്തിൽ ചില വീഴ്ചകൾ സംഭവിച്ചു എന്നും കൂടുതൽ ശാസ്ത്രീയമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് വീണ്ടും കോടതിയെ സമീപിച്ചിരുന്നു. അതിനിടെ ജസ്നയുടേതെന്ന് കരുതപ്പെടുന്ന രക്തക്കറ പുരണ്ട വസ്ത്രം ക്രൈംബ്രാഞ്ച് CBIക്ക് കൈമാറിയിട്ടില്ലെന്ന പുതിയ ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. ജസ്ന അജ്ഞാത സുഹൃത്തിനാൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കാമെന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ CBI അന്വേഷണം എത്തിയില്ലെന്നും മകളുടെ തിരോധാനത്തിന് പിന്നിലെ അജ്ഞാത സുഹൃത്തിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ജസ്നയുടെ പിതാവ് പുതിയ ഹർജി നൽകിയിരുന്നത്. ആൺ സുഹൃത്തിനെ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കിയിരുന്നു. ആർത്തവ സമയത്ത് പതിവില്ലാതെ ജസ്നയ്ക്ക് അമിത രക്തസ്രാവം ഉണ്ടായിരുന്നതായി ഏക സഹോദരി മൊഴി നൽകിയിട്ടുണ്ട്. ആർത്തവ രക്തം പുരണ്ട തുണി തിരുവല്ല DYSP അന്വേഷണത്തിന് എടുത്തിരുന്നുവെന്ന് ഹർജിയിൽ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊരു തുണി കണ്ടെത്തിയിട്ടില്ലെന്നാണ് CBI റിപ്പോർട്ടിൽ പറയുന്നത്. ജസ്നയെ കാണാതായ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചില്ലെന്ന ആരോപണത്തിൽ പരമാവധി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെന്നും CBI റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ജസ്ന കോളേജിന് പുറത്തു പോയത് NSS ക്യാമ്പിന് മാത്രമാണ്. ഈ ക്യാമ്പിന്റെ വിവരങ്ങളും CBI അന്വേഷണത്തിൽ വന്നിട്ടില്ല. ജസ്നയെ കാണാതായ ദിവസം വൈകുന്നേരം 6 മണിക്കും പിറ്റേന്ന് രാവിലെയും ജസ്നയുടെ ഫോണിലേക്ക് വിളിച്ച സുഹൃത്തിലേക്കും അന്വേഷണം എത്തിയില്ലെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. എന്നാൽ സുഹൃത്തുക്കളെയും അധ്യാപകരെയും ചോദ്യം ചെയ്തിരുന്നുവെന്നും റിപ്പോർട്ടിൽ പൂർണ്ണമായി CBI പറയുന്നുണ്ട്. കൂടാതെ കേസ് പൂർണ്ണമായി അവസാനിപ്പിച്ചിട്ടുകൊണ്ടുള്ള റിപ്പോർട്ടല്ല സമർപ്പിച്ചത് എന്നും താൽക്കാലികമായി മാത്രമാണ് കേസ് അവസാനിപ്പിച്ചതെന്നും പുതിയതായി എന്തെങ്കിലും വിവരം ലഭിച്ചാൽ തുടരന്വേഷണത്തിന് യാതൊരുവിധ തടസ്സവുമില്ലെന്നും CBI വ്യക്തമാക്കി. എന്നാൽ ജസ്നയുടെ പിതാവിന്റെ ഹർജിയിലെ ആരോപണങ്ങളിൽ തുടരന്വേഷണം ആവശ്യമില്ലെന്നാണ് CBI കോടതിയെ അറിയിച്ചത്. കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ജസ്നയെ മുണ്ടക്കയത്തെ ലോഡ്ജിൽ കണ്ടെന്നായിരുന്നു അവിടെയുള്ള മുൻ ജീവനക്കാരി പറഞ്ഞിരുന്നത്. അന്ന് ഒരു യുവാവ് ജസ്നയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നും ഇവർ മൊഴി നൽകി. പിന്നീട് പത്രത്തിൽ ഫോട്ടോ കണ്ടപ്പോഴാണ് ജസ്ന ആണെന്ന് മനസ്സിലായതെന്നും തുടർന്ന് ലോഡ്ജ് ഉടമയോട് കാര്യം പറഞ്ഞപ്പോൾ അയാൾ പുറത്തു പറയണ്ട എന്ന് വിലക്കിയെന്നും ഈ സ്ത്രീ ആരോപിച്ചു. എന്നാൽ ഇത് തന്നോടുള്ള മുൻവൈരാഗ്യം കാരണം പറയുന്നതാണെന്നാണ് ലോഡ്ജ് ഉടമയുടെ വാദം. ഈ വാദം പക്ഷേ ജസ്നയുടെ പിതാവും തള്ളി. സ്ത്രീയുടെ പ്രതികരണം അന്വേഷണത്തെ വഴിതെറ്റിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും കേസിൽ CBI കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നും ജസ്നയുടെ പിതാവ് അന്ന് പറഞ്ഞിരുന്നു. എന്തായാലും കാണാതായിട്ട് 7 വർഷം തികയുന്നു. ഇപ്പോഴും ജസ്നയെ തപ്പി ഇരുട്ടിൽ കഴിയുകയാണ് പോലീസ്.